ഹലോ എവ്രി വൺ, വെൽക്കം ടു ഈ പഠിപ്പുര. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇംഗ്ലീഷ് PYQ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. 9ഓളം വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് പോയി നോക്കുക. 9 വീഡിയോസ് കാണാത്തവർ 9 വീഡിയോസും കാണുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, ഗ്രാമറും വൊക്കാബുലറി കമ്പൈൻഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 2023 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മെയിൻസ് എക്സാമിന് വന്ന ചോദ്യമാണ് കേട്ടോ. 10 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അതിലെ ഗ്രാമർ പാർട്ടും അതുപോലെ തന്നെ വൊക്കാബുലറി പാർട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിടാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കിയേ, 81ാമത്തെ ചോദ്യം ഇതാണ്. ചേഞ്ച് ഇൻ ടു ദ ഇൻഡയറക്ട് സ്പീച്ച്. നമുക്കറിയാം സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് മാറ്റുക, ഡയറക്ട് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് മാറ്റുക എന്നൊരു ചോദ്യം വളരെ കോമൺ ആയിട്ട് നമുക്ക് വരാറുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സെന്റൻസ് നോക്കിയിട്ട് വേണം ഡയറക്റ്റ് ഇൻഡയറക്റ്റിലോട്ട് മാറ്റാൻ. അപ്പോൾ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് എന്നുള്ളതാണ് ചോദ്യം. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി. റാണി പറഞ്ഞു ഞാൻ മുംബൈ ലാസ്റ്റ് വീക്ക് വിസിറ്റ് ചെയ്തു. അപ്പോൾ നോക്കാം ഏത് ടെൻസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഡയറക്ട് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് മാറുമ്പോൾ ടെൻസ് ചേഞ്ച് ഉണ്ട്, അത് മറക്കണ്ട. പാസീവിൽ നിന്ന് ആക്റ്റീവിലോട്ടാക്കുമ്പോഴും ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ടാക്കുമ്പോൾ ടെൻസ് ചേഞ്ച് ഇല്ല. പക്ഷേ ഡയറക്ട് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലോട്ട്, ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചാണ്. റിപ്പോർട്ട് ചെയ്യുക, നമ്മൾ നടന്നൊരു കാര്യത്തെ റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് വേണം? ഉറപ്പായിട്ടും ടെൻസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഏത് ടെൻസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്? സിമ്പിൾ പാസ്റ്റിലാണ് ടെൻസ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തിലോട്ട് ചേഞ്ച് നടക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് ചേഞ്ച് നടന്നിരിക്കണം. അപ്പോൾ ടെൻസ് ചേഞ്ച് ഉണ്ട്, ഓർത്തിരിക്കാം. പിന്നെ ഉറപ്പായിട്ട് നമുക്കറിയാം റാണിയാണ് പറഞ്ഞത് ഐ വിസിറ്റഡ് മുംബൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഐ എന്നുള്ളതിന് മാറ്റം വരുത്തണം. അതുപോലെ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നതിനെ മാറ്റം വരുത്തണം. വേണമല്ലോ, അത് നമ്മൾ ശ്രദ്ധിക്കാം അല്ലേ. ലാസ്റ്റ് വീക്കിനെ മാറ്റം വരുത്തണം, ഐ എന്നുള്ളതിനെ മാറ്റം വരുത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. ലാസ്റ്റ് വീക്ക് എന്തായി വരും? ദ പ്രീവിയസ് വീക്ക്. ലാസ്റ്റ് വീക്ക് ദ പ്രീവിയസ് വീക്ക് ആയി വരും. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് രണ്ടെണ്ണേ ഉള്ളൂ, ബാക്കി രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളയാം. നോക്കിയേ, ഓപ്ഷനോട്ട് പെട്ടെന്ന് എത്താം. എങ്ങനെയാ? റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് ഉണ്ട്, റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക് ഉണ്ട്. ഇവിടുത്തെ ക്ലൂ എന്താ? രണ്ടും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ഹാഡ് പ്ലസ് V3 അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാ? ഹാഡിന്റെ കൂടെ V3 ഫോം വരുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അത് രണ്ടെണ്ണത്തിലും ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ, ലാസ്റ്റ് വീക്ക് മാറ്റം വരണം. ലാസ്റ്റ് വീക്ക് മാറി ദ പ്രീവിയസ് വീക്ക്. അപ്പോൾ D ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ഓൾ. പെട്ടെന്ന് ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കട്ടെ കുറച്ച് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ്, അടുത്ത ചോദ്യം വൊക്കാബുലറിയിലെ ചോദ്യമാണ് കേട്ടോ. പ്രിഫിക്സ് സഫിക്സ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. ഇവിടെ പ്രിഫിക്സ് ആയി കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ എന്നൊരു പ്രിഫിക്സാ. പ്രിഫിക്സ് കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ എന്നൊരു പ്രിഫിക്സാ. എക്സ്ട്രാ എന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? ഏതിലാ മീനിങ് ചോദിച്ചേക്കുന്നത്? എക്സ്ട്രോർഡിനറി എന്ന വാക്കില്. എക്സ്ട്രോർഡിനറി എന്ന വാക്കില് പ്രിഫിക്സ് ആയിട്ട് വരുന്ന എക്സ്ട്രാ, എക്സ്ട്രോർഡിനറി അതായത് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന വാക്കാണ് എക്സ്ട്രോർഡിനറി അല്ലേ. അതിലെ പ്രിഫിക്സ് ആയ എക്സ്ട്രയുടെ മീനിങ് എന്താ? എഗൻസ്റ്റ്, എതിരെ, അല്ലെങ്കിൽ സിമിലർ, അതായത് സിമിലർ ആയിട്ടുള്ള സെയിം എന്നാണോ, അതോ ഓപ്പോസിറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്നാണോ, അതോ ബിയോണ്ട് എന്നാണോ എന്നർത്ഥം? അതുക്കും മേലെ, ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അതുക്കും മേലെ എന്നാണ് അല്ലേ, എന്നാണോ അർത്ഥം എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നോക്കാം, എക്സ്ട്രാ എന്ന് പറയുന്നത് ഇവിടെ എന്ത് യൂസേജിലാണ് വരുന്നത് നോക്കിക്കേ. ഓർഡിനറി ആയതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രോർഡിനറി എന്ന് പറയാം. ഓർഡിനറിക്ക് ഓപ്പോസിറ്റ് ആണ് എക്സ്ട്രോർഡിനറി എന്ന് പറയാം. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഓപ്പോസിറ്റ് ആൻസർ ഇട്ട് കൊടുത്ത മാർക്ക് പോകും. ആ വേർഡിന്റെ ഓപ്പോസിറ്റ് അല്ല നമ്മളോട് ചോദിക്കുന്നത്. ആ വേർഡിന്റെ ഓപ്പോസിറ്റ് ഒന്നും അല്ല നമ്മളോട് ചോദിക്കുന്നത്. നമ്മളോട് എന്താ ചോദിക്കണേ? എക്സ്ട്രാ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സിന്റെ മീനിങ് എന്താന്നാ ചോദിച്ചേക്കണേ അല്ലേ. വാട്ട് ഡസ് ദ പ്രിഫിക്സ് മീൻ എന്നാ ചോദിച്ചേക്കുന്നത്. എന്താ അതിന്റെ മീനിങ്? എക്സ്ട്രോർഡിനറി എന്ന വാക്കില് എക്സ്ട്രാ എന്നതിന്റെ മീനിങ് എന്താ? അപ്പോൾ ഓർത്താൽ മതി, ബിയോണ്ട് ഓർഡിനറി അല്ലേ. ഓർഡിനറിയെക്കാളും മുകളിലുള്ള സാധനത്തിനാണ് നമ്മൾ എക്സ്ട്രോർഡിനറി എന്ന് പറയാം. ബിയോണ്ട് ഓർഡിനറി, ഓർഡിനറിയെക്കാളും മുകളിലുള്ളത് എന്ന് പറയും. ഓക്കെ, അതായത് യൂഷ്വൽ ആയൊരു സാധനമാണ് ഓർഡിനറി. അപ്പോൾ അൺയൂഷ്വൽ ആയിട്ടൊരു സാധനമാണ് നമ്മൾ എക്സ്ട്രോർഡിനറി എന്ന് പറയാം. സാധാരണ നമ്മൾ കാണാൻ പറ്റില്ല അല്ലേ, എപ്പോഴെപ്പോഴും കാണുന്ന ഒരു സംഗതി അല്ല എക്സ്ട്രോർഡിനറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തോട്ട് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രോം ദ ചോയ്സസ് ഗിവൺ ബിലോ. ഇതിൽ ഏതാ ചോദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാ? യു ഈസ് എ ഫീമെയിൽ ഷീപ്പ്. ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. യു, ഈ വാക്കൊന്ന് നോക്കിക്കേ. യു എന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള. യു എന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കയറി ഈ ആയതുകൊണ്ട് ചാടിക്കയറിയിട്ട് എന്ത് എഴുതാനൊരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. ഇതാ ഈ പറയുന്ന ഈ അല്ലേ ആൻ ഇട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഒരിക്കലും ഇട്ട് കൊടുക്കില്ല അല്ലേ. യു എന്ന് പറയുന്നൊരു കോമൺ ആയിട്ടൊരു കാര്യം പറയുന്നത്. യു എന്ന് പറയുന്നത് ഫീമെയിൽ ഷീപ്പാണ് എന്ന് പറയാം. അപ്പോൾ ഒരു യു എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഷീപ്പാണ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഫെമിനിൻ ഫോം ഓഫ് ഷീപ്പാണ് യു എന്ന് പറയുന്നത്. യു സൗണ്ട് ഏതാ നോക്കിയേ? ഇയർ സൗണ്ട്. ഇയർ സൗണ്ട്. ഇയർ വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? ആൻ കൊടുക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ഇത് കൊടുക്കും എ യു എന്ന് കൊടുക്കണം.
ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് PSC. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. യു സൗണ്ട് അനുസരിച്ചാ അല്ലേ, നമ്മൾക്കറിയാം കോൺസണന്റ് സൗണ്ട് ആണോ അല്ലെങ്കിൽ എന്താ പറയാ വവൽ സൗണ്ട് ആണ്. അതായത് കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹാർഡ് സൗണ്ട് ആണ്, വ്യഞ്ജന ശബ്ദം. വവൽ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്വരശബ്ദമാണ്. ഇത് സ്വരശബ്ദമല്ല, യു എന്ന് പറയുന്നത് ഇയർ സൗണ്ടാണ്. അപ്പം അവിടെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം AU എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, വീണ്ടും നമുക്ക് പ്ലൂറൽ ഫോമിൽ നിന്ന് ചോദ്യം ചോദിച്ചേക്കുവാണ്. അതും ചില്ലറ പ്ലൂറൽ അല്ല ചോദിച്ചേക്കുന്നത്, ലാറ്റിൻ വേർഡായ സ്റ്റിമുലസ് എന്ന വാക്കിന്റെ പ്ലൂറൽ ഫോമാണ് ചോദിക്കുന്നത്. ലാറ്റിൻ വേർഡാ സ്റ്റിമുലസ് എന്ന് പറയുന്നത്, ലാറ്റിൻ വേർഡാണ്, ആദ്യം അത് ഓർത്തിരിക്കുക. അപ്പൊ സ്റ്റിമുലസ് എന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? സ്റ്റിമുലൈ, സ്റ്റിമുല, സ്റ്റിമുലൈ, സ്റ്റിമുലസസ്. സ്റ്റിമുലൈ രണ്ടെണ്ണം ഉണ്ട്. സ്റ്റിമുലൈ ആണ് ആൻസർ അല്ലെ, സ്റ്റിമുലൈ ആണ് ആൻസർ. പക്ഷേ ഈ സ്റ്റിമുലൈ ആട്ടോ, C ആണ് സ്റ്റിമുലൈ, STIMULI സ്റ്റിമുലൈ. ഫോക്കസ് കേട്ടിട്ടുണ്ടാവും, സിമിലർ ആയിട്ടുള്ള നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഫോക്കസിന്റെ പ്ലൂറൽ എന്താ? ഫോക്കായി. സിലബസ് എന്താ പ്ലൂറൽ? സിലബായി. ഇതുപോലെ ഓക്കെ ഓർത്ത് വെച്ചാൽ മതി. സ്റ്റിമുലസിന്റെ പ്ലൂറൽ സ്റ്റിമുലായി. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദ കണ്ടീഷണൽ സെന്റൻസ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇത് കണ്ടീഷണൽ സെന്റൻസ് ആണ്. അപ്പൊ കണ്ടീഷണൽ സെന്റൻസിലെ കറക്റ്റ് കണ്ടീഷണൽ ഫോം കൊടുത്തേക്കണം, അതിൽ വെർബ് കണ്ടീഷണലിലെ കറക്റ്റ് വെർബ് കൊടുത്തേക്കണം എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് കണ്ടീഷനിലാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, കൊടുത്തിരിക്കുന്ന ഏതാ? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഇഫ് യു ഹാഡ് സ്റ്റഡി, ഇഫിന്റെ കൂടെ ഹാഡ് സ്റ്റഡീഡ് വെൽ ആ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് പറയുമ്പോൾ ഇത് ഏത് യൂസേജാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഹാഡ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ ഏത് വന്നേക്കുന്നേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ, ഇഫിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ അത് ഏത് കണ്ടീഷനിലാ? നമ്മൾ അതിനെ പറയാൻ പറ്റും തേർഡ് കണ്ടീഷണൽ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. തേർഡ് കണ്ടീഷനിലാണ് നമ്മൾ പറയുന്നത്. ഇഫിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ ഏത് വരും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ മെയിൻ വെർബില് വുഡ് ഓർ കുഡ് വരാം, കൂടെയോ ഒരു ഹാവും വരും. ദെൻ വെർബ് ഫോർമുലേഷൻ ഏതാ വരുന്നത്? പ്ലസ് V3 വരും അല്ലെ. വുഡോ കുഡോ വന്നാലും കുഴപ്പമില്ല, രണ്ടിന്റെ കൂടെ ഒരു ഹാവ് വരും. ഹാവ് കൊടുത്തിട്ടുണ്ട്, പ്ലസ് V3 വരണം. അതായത് വിൽ ഹാവ് ഗോട്ട് പറ്റില്ല, ഗോട്ട് പറ്റില്ല, ഹാഡ് ഗോട്ട് പറ്റില്ല, വുഡ് ഹാവ് ഗോട്ട് എന്ന് വരണം. നാലാമത്തെ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ, വുഡ് ഹാവ് ഗോട്ട്. നോക്കണേ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മെയിൻ ക്ലോസിൽ എപ്പോഴും ഒന്നെങ്കിൽ സിമ്പിൾ പ്രസന്റ്, സീറോ കണ്ടീഷൻ ആണ് സിമ്പിൾ പ്രസന്റ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1 ആണ്. സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 ഒക്കെയാണ്. തേർഡ് കണ്ടീഷനിലാകുമ്പോൾ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 ആണ് വരുന്നത്. സോ വുഡ് ഹാവ് പ്ലസ് V3. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷൻ ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്ത ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ചോദ്യമാണേ. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഏറ്റവും കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ കൊടുത്താൽ മതി എന്ന് കൊടുത്തിട്ടുണ്ട്. അഡ്ജക്റ്റീവിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ദ എക്സാം ഇസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, ദാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ദാൻ വരുന്ന എപ്പോഴാണ്? ദാൻ എന്ന യൂസേജ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വരുന്ന ഏത് മേഖലയിലാണ്? നമുക്കറിയാം കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോഴാണ് അല്ലെ. കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ദാൻ എന്ന് കൊടുക്കുന്നത്. ഒരെണ്ണത്തിനെ കമ്പയർ ചെയ്യാം, മറ്റേ ഇത് വെച്ച് കമ്പയർ ചെയ്യാണ്. ദാൻ ദ ലാസ്റ്റ് വൺ, ആ ലാസ്റ്റ് വണ്ണിനേക്കാളും എക്സാം ഈസി ആയിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് എങ്ങനെ കൊടുക്കും? ഇംഗ്ലീഷ് വരുമ്പോൾ മോർ ഈസി കൊടുക്കില്ല. കാരണം ഈസിക്ക് സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, ഈസിയർ ഓൾറെഡി ഉണ്ട്. പിന്നെ എന്തിനാ അല്ലെ കമ്പാരിറ്റീവ് ഡിഗ്രി ഈസിയർ ഉള്ളപ്പോൾ പിന്നെ മോർ ഈസി കൊടുത്താൽ തെറ്റാ, അത് തെറ്റ് യൂസേജാ. പിന്നെ മോസ്റ്റ് ഈസി പറയുമോ? ഇല്ല. മോസ്റ്റ് ഈസി വരുന്നത് ദ മോസ്റ്റ് ഈസി എന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നത്, അപ്പൊ അതും പറ്റില്ല. ഈസിയസ്റ്റും അല്ല, മോസ്റ്റ് ഈസി എന്ന് പറയില്ല, സോറി. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മോർ ഈസി പോലെ മോസ്റ്റ് ഈസി കൊടുക്കൽ ഈസിയസ്റ്റ് ഉള്ളത് കൊണ്ട് അതും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ പിന്നെ ഏത് കൊടുക്കണം? കമ്പാരിറ്റീവ് ഡിഗ്രി ആയ ഈസിയർ കൊടുക്കുക. ഈസിയർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PSC നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തായിരുന്നു. PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തായിരുന്നു. എന്തുകൊണ്ടായിരിക്കും PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതെന്ന് അറിയാമോ? സോർ എന്ന വാക്കിന്റെ സിനോണിം ചോദിച്ചേക്കുമായിരുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് സോർ എന്ന വാക്കിന്റെ സിനോണിം ചോദിച്ചേക്കുമായിരുന്നു PSC. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ വന്നതെന്ന് വെച്ചാൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന രണ്ടിടത്തിലും ഒരേ മീനിങ് ആണ്. നാലിടത്തിൽ രണ്ടിടത്തിൽ ഒരേ മീനിങ്, അടുത്ത രണ്ടിടത്തിൽ ഒരേ മീനിങ്. അങ്ങനെയാ PSC ചോദിച്ചിരുന്ന ചോദ്യം. നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ നോക്കിയേ. സോർ എന്ന് പറഞ്ഞാൽ ഹൈക്ക്, ഇൻക്രീസ് എന്നൊക്കെ അർത്ഥം. അതേ അർത്ഥമാണ് അസെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താ വ്യത്യാസം എന്ന് അറിയോ? സോറിനെ നമുക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ വെർബ് ആയിട്ട് ഉപയോഗിക്കാം. സോറ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. സോർ ഇൻക്രീസ് എന്ന നൗണും അല്ലെ.
അസെന്റ് ചെയ്യുക, ASCENT അസെന്റ് ഉണ്ട്, വെർബായിട്ടാണ് അസെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നൗണായിട്ട് വെർബായിട്ട് ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് ഇൻക്രീസും അതുപോലെ അസെന്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിയും കറക്റ്റ് ആൻസറാ, സിയും കറക്റ്റ് ആൻസറാ. ബോത്ത് ബി ആൻഡ് സി രണ്ടും കറക്റ്റ് ആൻസറാ. അപ്പോൾ PSC ക്ക് ഒരു പണിവാളി, ഏതെങ്കിലും ഒരെണ്ണമല്ലേ ബബിൾ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ PSC നോക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട, അത് ക്യാൻസൽ ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റൻ BSC ക്യാൻസൽ ചെയ്തു. ഇതാണ് കാരണം കേട്ടോ. കാരണം ഇത് അപ്പോൾ സോറിന്റെ മീനിങ് ഇൻക്രീസ് ചെയ്യുക, ഉയരുക എന്നർത്ഥം, അസെൻഡ് ചെയ്യുക എന്നർത്ഥം, ഉയരുക എന്നർത്ഥമാണ്. അപ്പോൾ ഓർക്കുക നൗണ് വിട്ട് വെർബായിട്ട് സോറ് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റൻ PSC ക്യാൻസൽ ചെയ്തു. സിനോണിം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് ഡിസെന്റ് ആണ്, ഡിക്രീസ് ആണ്, രണ്ടും ഓപ്പോസിറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യം, ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിൽ വന്നിരിക്കുന്ന ഏതാ? വളരെ സിമ്പിൾ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് ചോദ്യം നോക്കിക്കേ, ഇത്രേ ഉള്ളൂ ചോദ്യം. ഐ എം എൻ ആർട്ടിസ്റ്റ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആകുന്നു. ഐ ആം എങ്ങനെ വരും? ആമിൻ്റെ വരില്ല അല്ലെ? ആമിൻ്റെ ഒരിക്കലും വരില്ല. നമ്മൾ എപ്പോഴും ഓർക്കണം, ആമിൻ്റെ വരില്ല. ആമൈ വരുമോ? ഇല്ല. പോസിറ്റീവ് ആണ് സെന്റൻസ് എങ്കിൽ ടാഗ് നെഗറ്റീവ് തന്നെ വരണ്ടേ? ടാഗ് എന്ത് വരണം? നെഗറ്റീവ് വരണം. അതിലൊരു മാറ്റവും ഇല്ല. നെഗറ്റീവ് ടാഗ് നമുക്ക് വേണം. നെഗറ്റീവ് ടാഗ് ഏതുള്ള? ആമൈ വരുമോ? ഇല്ല. ആറിൻ്റെ ഉണ്ട്, ഹാവിൻ്റെ ഉണ്ട്. ആറിൻ്റെ ആണ്. ദാറ്റ്സ് ദി ആൻസർ. സി, ആറിൻ്റെ ഐ ആണല്ലോ. ഹാവിൻ്റെ വരില്ലല്ലോ, നമ്മളിത് പഠിച്ചിട്ടുള്ളതല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, ആറിൻ്റെ. വേറെ ഒന്നുമില്ല, ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. അടുത്ത് നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അപ്പാർത്തീഡ്. ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ടം നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കാം ഈ വാക്ക്. അപ്പാർത്തൈഡ് ഒരു നെഗറ്റീവ് മീനിങ് വേർഡാണ്. അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് റേസിസം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോൾ റേസിസം ഇല്ലെന്നല്ല, പ്രത്യക്ഷത്തിലില്ല. ദാറ്റ്സ് ഇറ്റ്. പ്രത്യക്ഷത്തിലില്ല റേസിസം, പക്ഷെ റേസിസം ഉണ്ട് നാട്ടിലൊക്കെ അല്ലേ. പക്ഷെ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്കെതിരെ പണ്ട് കാലഘട്ടത്തിൽ നടത്തിയിരുന്ന ഒരു മാറ്റി നിർത്തൽ, അവരെ മാത്രം മാറ്റി നിർത്തൽ അല്ലെ. ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഹോട്ടൽ, വൈറ്റ് കമ്മ്യൂണിറ്റി കയറുന്ന ഹോട്ടലിൽ കയറാൻ പറ്റില്ല, അവർ കഴിക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടെ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഇതുണ്ടായിരുന്നു, ടാപ്പ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം കേട്ടോ. അപ്പൊ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി നിർത്തൽ, ഡിസ്ക്രിമിനേഷൻ, സെപ്പറേറ്റ്നെസ് എന്ന് പറയും. അപ്പൊ ലോൺലിനെസ് ഒറ്റപ്പെടല, ലോൺലിനെസ് ഇസ് ഡിഫറെന്റ് അല്ലെ. ഒറ്റപ്പെടല ലോൺലിനെസ്. അസോസിയേഷൻ കൂട്ടായ്മ, ഹാപ്പിനെസ് സന്തോഷം. അപ്പൊ ഏതാ ഇവിടുത്തെ ആൻസർ? സെപ്പറേറ്റ്നെസ്. ഇനി ഇതേ മീനിങ് വരുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അപ്പാർത്തൈഡ് ഡിസ്ക്രിമിനേഷനും കറക്റ്റ് ആട്ടോ. ഡിസ്ക്രിമിനേഷൻ മാറ്റി നിർത്തൽ, ഒറ്റപ്പെടുത്തലല്ല കേട്ടോ, മാറ്റി നിർത്തൽ. ഒരു കമ്മ്യൂണിറ്റിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കളയാണ്, മാറ്റി നിർത്താണ് സെപ്പറേറ്റ്നെസ്. അതാണ് അപ്പാർത്തൈഡ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് എ മസ്കുലർ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡച്ചസ് എന്ന വാക്കിന്റെ മസ്കുലിൻ ജെൻഡർ ഏതാണ് എന്നാണ് ചോദ്യം. ഡച്ചസ് ഏതാ അറിയാലോ? ഡച്ചസ് എന്തിന്റെ ഇതാ മസ്കുലിൻ ജെൻഡർ ആയിട്ട് വരുന്ന എന്തിന്റെയാ? ഡ്യൂക്ക് ആണോ, ഏൾ ആണോ, വൈസ്രോയ് ആണോ, ഗവർണർ ആണോ? എല്ലാം ടൈറ്റില. ഗവർണർ ഒരു ടൈറ്റില, ഏൾ ഒരു ടൈറ്റില, വൈസ്രോയ് ടൈറ്റില, ഡ്യൂക്ക് ടൈറ്റില. ഡ്യൂക്കിന്റെ മസ്കുലിൻ ജെൻഡർ ഡ്യൂക്ക് എന്നതിന്റെ ആണ്. ഫെമിനിൻ ജെൻഡർ ആണ് ഡച്ചസ്. ഡ്യൂക്ക്, ഡച്ചസ്. ലോർഡ്, നമ്മൾ പറയില്ലേ ലോർഡ്, പ്രഭു. ലോർഡിന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ലോർഡിന് പറയും, പ്രഭുവിന് ഒരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി. ലേഡി, LADY, ലേഡി, ലോർഡ്, ലേഡി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലിയർ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിൽ ഭാഗത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമ്മുടെ കോമെന്റ് സെക്ഷനിൽ, വീഡിയോയുടെ കോമെന്റ് സെക്ഷൻ ഇടാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ബൈ.